ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻസ്, സോ നമ്മൾ ഇന്ന് ക്ലാസ് ഓഫ് ക്ലാൻസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കാണ്. എന്ത് പറയാനുള്ള കയറി ഇപ്പം തന്നെ അപ്ഡേറ്റ്, പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ഇവിടെ നമ്മൾ ഇന്നലെ അപ്ഗ്രേഡ് ആയിട്ടായിരുന്ന ബോംബും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അപ്ഗ്രേഡ് ചെയ്ത്, എന്ത് പറയാൻ, പെട്ടെന്നായതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. നമ്മുടെ കയ്യിൽ എലിക്സറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്തായാലും അപ്ഗ്രേഡ് ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഒരു ഇത് കണ്ട ക്ലാൻ ഗെയിംസൊക്കെ കംപ്ലീറ്റ് ആയി. പിള്ളേരൊക്കെ ചുമ്മാ തീയായിട്ട് ചെക്കന്മാരെല്ലാം കളിച്ചു. എനിക്കൊന്നും കിട്ടിയില്ല, ഞാനൊന്നും കളിച്ചില്ല. പിന്നെ ഇവിടെ ഡൊണേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എൻ്റെ പൊന്നടാവി വേണ്ട ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും 48 പ്ലേയേഴ്സ് തന്നെ ടീമിലുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ മെസ്സേജിൻ്റെ അവിടെ നോക്കിയപ്പോൾ ക്രിസ്റ്റൽ 2 ആയി. വലിയ കാര്യമൊന്നുമില്ല, നമ്മളത് അങ്ങനെ കളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്രിസ്റ്റൽ 2 ആയാലൊന്നും വലിയ പുതുമയല്ല. പണ്ടൊക്കെ വലിയ പുതുമയായിരുന്നു. പിന്നെ വാറെന്തായെന്ന് അറിയാൻ വേണ്ടി കയറിയപ്പോൾ സങ്കടകരമായ ഒരു വാർത്തയാണ് കാണാൻ സാധിച്ചത്. എന്നെ 2 കാരണ്ട് അടിച്ചിട്ടു. അതുപോലെ വാറിൽ ഞങ്ങൾ നല്ല രീതിക്ക് പൊട്ടിയെന്ന് തന്നെ പറയാം. ചെക്കന്മാരൊക്കെ ഇപ്പോൾ സ്ട്രോങ് ആയി തുടങ്ങി ഓപ്പോസിറ്റ് ടീമിലെ. പിന്നെ ഒരു ബന്ധമില്ലാണ്ട് ഞാൻ വീണ്ടും ക്ലാൻ ഗെയിംസിൻ്റെ കാര്യങ്ങളെടുത്തു. ഇവിടെ വന്നപ്പോൾ ദേടാവേ ലൂട്ട്. ദാഹിക്കുന്നവൻ്റെ മുമ്പിൽ കുറച്ച് വെള്ളം കിട്ടിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയൊക്കെ തന്നെയായിരുന്നു ഇത് കിട്ടിയപ്പോൾ എൻ്റെ അവസ്ഥ. പിന്നെ കിട്ടിയ കാശ് ഒന്നും നോക്കിയില്ല, അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തു. ബാർബേറിയനൊക്കെ ചത്ത ചാവലുണ്ടായി. ഇതുപോലെയൊക്കെ പോട്ടാർന്നീ നമ്മളൊക്കെ പണ്ട് ഏതെങ്കിലുമൊക്കെ. പിന്നെ ഒന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുമ്പളയൊക്കെ പൊട്ടിച്ച് കളിച്ചു. എല്ലാം കുമ്പളയും പൊട്ടിയൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ ചുമ്മാ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ചത്തതിൻ്റെ ഇത് കിട്ടണ്. പിന്നെ ഒന്നും പൊട്ടിക്കാമല്ലോ. അതിപ്പോൾ ഞാൻ ഇങ്ങനെ ക്യൂവിനെയും കിങ്ങിനെയും പണിയായിട്ട് എല്ലാ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു കാര്യമല്ല, നല്ലൊരു രസം. അങ്ങനെ ഞാൻ നേരെ ഇന്നലെ പണിയായിട്ട ക്ലോൺസ് ഫെല്ലിനെ അങ്ങോട്ട് പോകാൻ നോക്കിയപ്പോഴാണ് കണ്ടാവേ ക്യാപിറ്റൽസ് 500 കിട്ടിയതും വെച്ചുകൊണ്ട് ഞാൻ നേരെ ബോട്ട് കയറി അപ്പുറം ചെന്നപ്പോൾ 6 ജെമ്മ് കിട്ടിയപ്പോൾ എനിക്ക് സങ്കടമായി. എന്നാൽ പിന്നെ പുല്ല് ഇതെല്ലാം കൂടി ഒന്ന് വെട്ടി ഞാൻ ഒരുപാട് കാശ് ഉണ്ടാക്കും എന്നുള്ള സെറ്റപ്പിൽ ആ ബിൽഡേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിച്ച് ഞാൻ ഉള്ള ജമ്മൊക്കെ വാരിയെടുക്കാൻ നോക്കി. കുറേ മരങ്ങളും വെട്ടിയിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എടുത്ത് വെട്ടിപ്പിച്ചു. കിട്ടണയൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. പാവങ്ങൾ ഓടി തളർന്ന് ക്ഷീണിച്ചെന്നൊക്കെ നോക്കാണ്ട് തന്നെ നമ്മളങ്ങ് എല്ലാത്തിനും എടുത്ത് പട്ടിയെ പോലെ പണിയെടുപ്പിച്ച് ഇങ്ങനെ ഓരോന്ന് വെട്ടി കളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയണത് എൻ്റെ എലിക്സറൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അത് പിന്നെ നമ്മൾ വലിയ കാര്യമായിട്ട് കളിക്കാത്തതുകൊണ്ട് ആ ഇതിലേക്ക് കയറാറില്ല. അങ്ങനെ 39 ജമ്മൻ്റെ മുമ്പിൽ ആരും ഇപ്പോൾ പറഞ്ഞില്ല. ഈ സാധനമൊക്കെ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, ഇത് എന്ന് വാങ്ങി വെച്ചതാണോ എന്തോ. ഇങ്ങനെ മരങ്ങളൊക്കെ കൂടിയിരിക്കുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് ജമ്മ് എന്നുള്ള മൈൻഡ് വരും. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കപ്പൽ കയറി ഇപ്പറ വന്നിട്ട് ഞാൻ ഇങ്ങനെ ക്ലാൻ കാസ്റ്റിൽ എന്താ ഉള്ളത് നോക്കിയപ്പോൾ ഒരു തേങ്ങയില്ല. പിന്നെ അപ്ഡേഷനിൽ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ അകത്തും വലിയ മെച്ചമുള്ള ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചുറ്റും കളിച്ചുകൊണ്ടിരുന്നു. കുമ്പള പൊട്ടിക്കാനുണ്ടോ എന്നൊന്നും നോക്കിയിട്ട് ഒന്നും കിട്ടിയൊന്നുമില്ല. അങ്ങനെ മെസ്സേജ് വന്നു. നെറ്റിന് നല്ല സ്പീഡായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എല്ലാം ലോഡായി. പിന്നെ എനിക്ക് വരാണ്ട് ഇനി ഇറങ്ങണ്ടെന്ന് പുല്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങ് പോന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പെക്കേനെ നിരീക്ഷിക്കാൻ പോയി. കയറി കണ്ടവൻ കുന്തം പോലത്തെ അവനെ ഒന്ന് ഉറക്കിയിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞാൽ അവൻ്റെ ഇതിൽ കയറി നോക്കിയപ്പോൾ ഉറക്കണ ഒരു ഓപ്ഷൻ ഇല്ല. അറിയാണ്ട് കൈയട്ടി അതാണ്ടൊക്കെ വന്ന് പിന്നെ ഒന്നും നോക്കിയില്ല. ചറവറ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും കാശ് കിട്ടിയതല്ലേ, നമുക്ക് എലിക്സറും ഇതൊക്കെ ഒന്ന് ഇത് ചെയ്യാന്ന് വിചാരിച്ച് കയറിയപ്പോൾ എന്തെന്നാ ഇവൻറ്റും തീർന്നു. ഇതിൻ്റെ അകത്ത് ഡ്രാഗൺ കിങ്ങിനെ പോലുള്ള എന്തോ ഇതൊക്കെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്തിനു പുല്ല്, അതൊന്നും വേണ്ടെന്നും പറഞ്ഞ് വലിച്ചെറിഞ്ഞുകൊണ്ട് പോണ് നമ്മുടെ സ്വന്തം പെക്കേട്ടൻ മരം. എന്നാ സെറ്റപ്പാണ് മരം കാണാൻ. വയലറ്റ് കൊമ്പും കാര്യങ്ങളൊക്കെ. ബേബി ഡ്രാഗനെയൊക്കെ കുക്ക് ചെയ്തിട്ടാണ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയായിരിക്കും എന്തിനാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ചുമ്മാ എന്തൊക്കെ പ്രത്യേകത എന്ന് അറിയാൻ വേണ്ടി കയറിയത്. അപ്പോൾ 6,700 ഡാമേജ് പെർ സെക്കൻഡ് 650, ട്രെയിനിങ് ടൈം 3 മിനിറ്റ്. അതൊക്കെ കുറച്ച് കൂടുതലാട്ടോ. അതൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഡാമേജ് ടൈപ്പ് സിംഗിൾ ടാർഗറ്റാണ്. ടാർഗറ്റ് ഗ്രൗണ്ടാണ്. ഹൗസിങ് സ്പേസ് 25, മൂവ്മെൻറ്റ് സ്പീഡ് 16. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണിക്കണം. പിന്നെ ഒരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടാണ്. സ്വാഭാവികമായിട്ടും കുറേ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നെ നമുക്കത് വലിയ വിഷമൊക്കെ ഇല്ലാത്ത ഭാഷയൊക്കെ ആയതുകൊണ്ട് നമ്മളതിനകത്തേക്ക് പോയില്ല. പെക്കേനെയൊക്കെ ഇവന്മാർ സാമ്രായിയൊക്കെ നമ്മൾ കാർട്ടൂണും കാര്യങ്ങളിലൊക്കെയാണ് കണ്ടത്. പിന്നെ ഞാൻ ഇങ്ങനെ പെക്കേനെ തൊട്ട് കളിച്ചുകൊണ്ടിരുന്നു. എന്തിനാണോ എന്തോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുമ്പള പൊട്ടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നിൽക്കണ്ടാവേ ഡാർക്ക് ഫ്രാക്സിൻ്റെ കുമ്പള അങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങനെ ചുറ്റും നോക്കി. ക്ലോൺ സ്പെല്ല് ഒന്നെടുത്ത് നോക്കി എന്താ ഈ അവസ്ഥ എന്നറിയാൻ വേണ്ടി. അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അറ്റാക്കിലേക്ക് പോകാമെന്നുള്ള മൈൻഡിൽ നേരെ അറ്റാക്ക് പിടിച്ചേക്കിയതും ആദ്യത്തെ ബേസ് നല്ല മൂഞ്ചിയ ബേസുമായി, ലൂട്ടും ഇല്ല. എന്നാൽ പോട്ടെ പുല്ല്, രണ്ടാമത്തെ പിടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ലൂട്ടുണ്ട് നല്ല ടഫും. എന്നാൽ രണ്ടും വേണമെന്നുള്ള സെറ്റപ്പിൽ മൂന്നാമത്തെ എടുത്തപ്പോൾ അതിനും വലിയ ശോകം.
പിന്നെ ഞാൻ നോക്കിയപ്പോൾ കാണുന്ന ദളാവേ ടൗൺ ഹാൾ 40. പിന്നെ ഒന്നും നോക്കിയില്ല, ടൗൺ ഹാൾ 12 വന്നു. ടൗൺ ഹാൾ 30 വരാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നെറ്റിന് നല്ല സ്പീഡായതുകൊണ്ട് പെട്ടെന്ന് വന്നു. അങ്ങനെ ടൗൺ ഹാൾ 30 വന്നു. അങ്ങനെ പിന്നെയും നമുക്ക് നല്ലത് ഒരു മികച്ച ഒരു ബേസ് കിട്ടാത്തതുകൊണ്ട് ഇത് നോക്കിയാണ് ടൗൺ ഹാൾ പുറത്ത് വെച്ചാണ്. പക്ഷെ ചുറ്റിനും ഞാൻ നോക്കിയപ്പോൾ കുറച്ച് സീനാണ്. വെറുതെ ഇറങ്ങി ചാവണ്ടല്ലോ എന്നുള്ള മൈൻഡിൽ ഞാൻ നോക്കിയപ്പോഴാവേ ജാക്സനെ കിട്ടി. ജാക്സനെ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, നല്ല ലൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചറവറ എന്ന് പറഞ്ഞ വെക്കേനെയൊക്കെ അങ്ങ് ഭാര്യ വലിച്ചെറിഞ്ഞു. ലൂട്ട് കണ്ട പണ്ടേ നമ്മളങ്ങനെയാണല്ലോ, പൈസ കണ്ട പൈസയുടെ പുറകെ പോകുന്ന ടീംസാണല്ലോ മലയാളികൾ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഇറക്കി വിട്ട് നോക്കിയപ്പോൾ 10 ഡാമേജ് പുഷ്പം പോലെയൊക്കെയാണ് ചെക്കന്മാരെടുത്ത്. ഒറ്റണോ ചത്തയുള്ളതെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നോക്കി എന്തൊക്കെയായി അവസ്ഥ എന്നറിയാൻ. നോക്കിയപ്പോൾ ഇവിടെയൊക്കെ ഗോൾഡ് ധാരാളം പൊങ്ങിച്ചാർന്നു. പിന്നെ എനിക്ക് ഒന്നും തോന്നിയില്ല, എലിക്സറും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്നുള്ള മൈൻഡിലേക്ക്. അതോ തൊണ്ടയൊക്കെ അടിച്ചു പോയി ഗൈസ്. അങ്ങനെ പെക്കയൊക്കെ അതേ പൊട്ടിച്ച് പെക്കേനെ ആരാണ്ടൊക്കെ പിടിച്ച് പൊട്ടിക്കുന്നു. അങ്ങനെ ഒരു വൻ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരുന്നപ്പോൾ 42% എൻ്റെ കണ്ണീ കണ്ട്. എൻ്റെ വ്യൂവേഴ്സ് പോലും ഇങ്ങനെ കൂടാറില്ല, എന്ത് പിടിയെന്നാണ് ഡാമേജ് കൂടുന്നത്. അങ്ങനെ കിങ് പെക്കേനെ അണ്ണാക്കിലേക്ക് എന്നവർക്ക് കൊടുത്ത് ഒറ്റയടിക്ക് പപ്പടം പോലെ ഒരു ഇഞ്ച പരുവായി. പിന്നെ ഒന്നും നോക്കിയില്ല, പെക്കുകൾ വന്ന് ഉള്ള ഡിഫൻസിനെയും കാര്യങ്ങളൊക്കെ തല്ലി പൊട്ടിക്കുന്നു. ഇൻഫർണോ ടവർ ചത്തിരിക്കുന്നതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഡാമേജ് അതിന് ചെയ്യാതെ വർക്കാവില്ല. അതും പോരാഞ്ഞിട്ട് റോയൽ റംബിൾ ആ പാവം ചെക്കന്മാരെ വെക്കിട്ട് കയറാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നു. നോക്കിക്കോ പെക്കുകൾ അടിച്ച് അണ്ണാക്കി കൊടുത്തു. പിന്നെ ടൗൺ ഹാൾ 13 ഒരിഞ്ഞ പവർ ഉള്ളതുകൊണ്ട് നമ്മൾ വട്ടത്തിൽ മൂഞ്ചിന്ന് പറയാം. പക്ഷേ 70% ചെക്കന്മാർ കൈവിട്ടില്ല. ഇത്രയും ഭാഗം നല്ല രീതിക്ക് ക്ലിയർ ആക്കി. പെക്ക ചത്ര അയ്യോ പെക്കയുടെ മരണം കണ്ട് നമുക്ക് സങ്കടപ്പെട്ടിരിക്കാനുള്ള ഇതില്ല എന്ന് പറഞ്ഞപ്പോഴേക്കാണ് യൂട്യൂബിൻ്റെ കുറേ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ പെക്ക ചത്തു എന്ന് വിചാരിച്ചിരുന്നിട്ട് പെക്ക പിന്നെയും പൊരുത്തിക്കൊണ്ടിരിക്കുക. ആരുടെ എൻ്റെ ചേട്ടന്മാരെയൊക്കെ കൊന്നതെന്നും പറഞ്ഞ് അവനും പോയി ചത്തു. അങ്ങനെ ഒരു നല്ല ഡാമേജ് തന്നെ വരുത്തിയെന്ന് തന്നെ പറയാം. 24% ഡാമേജും കാര്യങ്ങളൊക്കെ വരുത്തിയപ്പോൾ എനിക്ക് ഇനി സങ്കടം കൊണ്ട് ഞാൻ കളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതാണ് ഇവിടെ ഇങ്ങനെ നോക്കിയൊക്കെ ആക്കിയിട്ട് വന്നോ ഇല്ല. ഇന്നലെ അതായിരുന്നു. ലൂട്ട് പോകുകയാണെങ്കിൽ 4,48,000 ഏതാക്കാൻ നിങ്ങൾ വായിച്ചെടുത്ത സോ ഇതൊക്കെ നമ്മൾ പറഞ്ഞതിൻ്റെ ആവശ്യമുണ്ടോ? 9 ട്രോഫിയൊക്കെ കിട്ടിയില്ലേ. പിന്നെ അവിടെ 100% ബോണസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് വേറെ മെസ്സേജ് വന്നത്. ചറവറ മെസ്സേജുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് എൻ്റെ ഒരു വാട്സപ്പ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദേളാവേ പച്ച കളറും നീല കളറും അണ്ണാക്കിലും നാവൽപ്പഴം തൊട്ടുപോലെ. ഈ നാവൽപ്പഴം നിന്ന് കഴിയുമ്പോൾ നമ്മുടെ നാക്കൊക്കെ ഇങ്ങനെ വയലറ്റ് കളറാവില്ല, അതുപോലത്തെ ഒരു സെറ്റപ്പ്. ഇവിടെ നോക്കിയപ്പോൾ ആരെയും കാണാം. അയ്യോ എൻ്റെ ബേബി എവിടെ പോയി. അങ്ങനെ ബേബി ഡ്രാഗൺ ഇങ്ങനെ പറന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കന്മാർ ദേടാവേ ഈ നാക്ക് പുറത്തിട്ട് കൊഞ്ചലം കൊത്തിക്കാണിക്കുന്ന ഒരു സെറ്റപ്പില്ലേ, അതുപോലെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇവനും പിന്നെയും വലിഞ്ഞ് കയറി വന്നൂരോന്നുള്ള സെറ്റപ്പിൽ ഈ റോയൽ റംബിളിനെ അറിയാൻ പുറത്തുകൾ ഞാനൊന്ന് ആലോചിച്ചു. പക്ഷെ എന്ത് പറയാൻ, അപ്പോഴാണ് ഞാൻ എത്ര ലെങ്തായി വീഡിയോക്ക് പിന്നെ ഒന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഈ സാധനമൊക്കെ എടുത്ത് എന്താ ബ്ലാക്ക് സ്മിത്താണ് അതൊക്കെ എടുത്ത് ഇങ്ങനെ കറക്കിയും തിരിച്ചൊക്കെ നോക്കി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇനി ഒരുപാട് ലാഗ് അടിപ്പിച്ചാൽ നിങ്ങൾക്ക് ഭ്രാന്താവില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്ത അറ്റാക്കിന് വേണ്ടി മൈനറെ ഫുൾ അങ്ങ് സെറ്റാക്കിയത്. 50 മൈനറൊക്കെ സെറ്റായി. പിന്നെ ഒരു ബന്ധമില്ലാണ്ട് എങ്ങാണ്ടേക്കൊക്കെ ഞാൻ കയറിപ്പോയി ബാക്ക് അടിച്ച് കളിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.